സിറോ മലബാർ സഭ പുറത്തിറക്കിയ സർക്കുലർ വായിക്കുകയാണ്. ഇടപ്പള്ളി സെന്റ് ജോർജ് പള്ളി അങ്കണത്തിൽ ഒരു വിഭാഗം വിശ്വാസികൾ ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്ന വിശ്വാസികളാണ് ഇപ്പോൾ ഇടപ്പള്ളി സെന്റ് ജോർജ് പള്ളി അങ്കണത്തിൽ വെച്ച് സിറോ മലബാർ സഭ പുറത്തിറക്കിയ സർക്കുലർ വായിക്കുന്നത്. ഇത് പള്ളിക്കകത്ത് വായിക്കണമെന്നായിരുന്നു ഇന്നലെ സിറോ മലബാർ സഭ നിർദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഒരു വിഭാഗം അൽമായ മുന്നേറ്റ സഭയും ഒരു വിഭാഗം വിമത വിശ്വാസികളും വിശ്വാസി സംഘങ്ങളും ഈ സർക്കുലർ വായിക്കുന്നതിനെ എതിർത്തു. അങ്കമാലി അതിരൂപതയ്ക്ക് കീഴിലുള്ള വിവിധ പള്ളികളിൽ ഇന്ന് വിമത വിഭാഗത്തിന്റെയും അൽമായ മുന്നേറ്റ സഭയുടെയും നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി. ഇന്ന് പള്ളികളിൽ വായിക്കാൻ നിർദ്ദേശിച്ച സർക്കുലർ കത്തിച്ചും ചവറ്റുകുട്ടയിലും ഇട്ടുമായിരുന്നു ഈ ഒരു വിഭാഗം ആളുകളുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം. ഇപ്പോൾ ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്ന ചില വിശ്വാസികൾ ഇടപ്പള്ളി സെന്റ് ജോർജ് പള്ളി അങ്കണത്തിൽ സർക്കുലർ വായിക്കുകയാണ്. ഈ സർക്കുലർ വായിക്കുന്നതിനെ എതിർത്ത് വിമത വിഭാഗം സ്ഥലത്ത് തന്നെയുണ്ട്. സ്ഥലത്ത് നേരിയ ഒരു സംഘർഷാവസ്ഥയാണ് നിലനിൽക്കുന്നത്. പോലീസിന്റെ അകമ്പടിയോടുകൂടിയാണ് ഇപ്പോൾ പോലീസിന്റെ സംരക്ഷണത്തിലാണ് പള്ളി അങ്കണമുള്ളത്. പോലീസ് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള സംഘർഷം പള്ളി അങ്കണത്തിൽ ഇരു വിഭാഗം വിശ്വാസികൾ തമ്മിൽ നടക്കുന്നുണ്ട്. ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിലുള്ള ചെറിയ വാക്കേറ്റം പള്ളിമുറ്റത്ത് നടക്കുന്നു. ഇടപ്പള്ളി സെന്റ് ജോർജ് പള്ളി അങ്കണത്തിലാണ് ഒരു വിഭാഗം വിശ്വാസികൾ ഇപ്പോൾ ഇന്ന് സിറോ മലബാർ പുറത്തിറക്കിയ സർക്കുലർ വായിച്ചത്. ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്ന വിഭാഗം വിശ്വാസികളാണ് സർക്കുലർ വായിച്ചത്. ഇന്നലെ സിറോ മലബാർ സഭ യോഗം ചേർന്ന് അങ്കമാലി അതിരൂപതയ്ക്ക് കീഴിലുള്ള പള്ളികളിൽ ഈ സർക്കുലർ വായിക്കണം, ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്ന സർക്കുലർ വായിക്കണം, ഇത് വിശ്വാസികളിലേക്ക് എത്തിക്കണം എന്ന തരത്തിലുള്ള നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഈ നിർദ്ദേശം വന്നതിന് പിന്നാലെ തന്നെ ഒരു വിഭാഗം വിശ്വാസികൾ ഇതിനെ എതിർത്ത് രംഗത്ത് വന്നു. ഇതിനെ തുടർന്ന് ഇന്ന് രാവിലെ വിവിധ പള്ളികളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അരങ്ങേറിയത്. ഇന്ന് പള്ളികളിൽ വായിക്കണം എന്ന് പറഞ്ഞ സർക്കുലർ കത്തിച്ചു കളയുകയും ചവിട്ടുകൊട്ടയിലേക്ക് ഇടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്ന് രാവിലെ വിവിധ പള്ളികളിൽ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഇടപ്പള്ളി സെന്റ് ജോർജ് പള്ളിയിൽ ഒരു വിഭാഗം വിശ്വാസികൾ ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം വിശ്വാസികൾ സിറോ മലബാർ സഭ പുറത്തിറക്കിയ സർക്കുലർ വായിച്ചത്. ഈ സർക്കുലർ വായനയെ എതിർത്ത് വിമത വിഭാഗം രംഗത്തെത്തി. ഇതാണ് നേരിയ സംഘർഷത്തിലേക്ക് നയിച്ചത്. ഇപ്പോഴും സ്ഥലത്ത് ചെറിയ വാക്കേറ്റം, ഇരു വിഭാഗം വിശ്വാസികൾ തമ്മിൽ ചെറിയ വാക്കേറ്റം തുടരുകയാണ്. പോലീസ് സ്ഥലത്തുണ്ട്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ വലിയ രീതിയിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു തർക്കമായതിനാൽ തന്നെ വലിയ രീതിയിലുള്ള വാക്കേറ്റം പരസ്പരം വിശ്വാസികൾ നടത്തുന്നു. ഇടപ്പള്ളി സെന്റ് ജോർജ് പള്ളി അങ്കണത്തിലാണ് ഈ ഒരു സംഭവം. ഇരുവിഭാഗം വിശ്വാസികൾ തമ്മിലുള്ള വാക്കേറ്റം, ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്നവരും ഏകീകൃത കുർബാനയെ എതിർക്കുന്ന വിശ്വാസികളും തമ്മിലുള്ള വാക്കേറ്റമാണ്. ചെലത്ത് നേരിയൊരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു. നേരത്തെ തന്നെ സിറോ മലബാർ സഭ സർക്കുലർ പുറത്തിറക്കിയിരുന്നു. ഈ സർക്കുലർ ഇന്ന് എല്ലാ അങ്കമാലി അതിരൂപതയ്ക്ക് കീഴിലുള്ള എല്ലാ പള്ളികളിലും വായിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഈ നിർദ്ദേശത്തെ എതിർത്ത് ഒരു വിഭാഗം വിമത വിശ്വാസി സംഘവും അൽമായ മുന്നേറ്റ സഭയും അടക്കമുള്ള വിശ്വാസി സംഘം രംഗത്ത് വരികയും പള്ളി അങ്കണത്തിൽ പള്ളിക്കുള്ളിൽ വെച്ച് തന്നെ ഈ സർക്കുലർ കത്തിച്ച് കളയുകയും ചവറ്റുകൊട്ടയിൽ എറിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഇടപ്പള്ളി പള്ളി അങ്കണത്തിൽ ഒരു വിഭാഗം ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം വിശ്വാസികൾ സർക്കുലർ വായിച്ചത്. ഇതാണ് നേരിയ സംഘർഷത്തിലേക്കും വാക്കേറ്റത്തിലേക്കും ഇടയാക്കിയത്. ഇപ്പോഴും സ്ഥലത്ത് ചെറിയ വാക്കേറ്റം, നേരിയ സംഘർഷാവസ്ഥ തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്.